समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग ഇന്ന് യുവാക്കളിലും പ്രായമായവരിലും സാധാരണ കണ്ടുവരുന്ന ഒരു രോഗമാണ് നടുവേദന. നട്ടലിനോടനുബന്ധമായുള്ള പേശികൾക്കും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന അഥവാ പുറം വേദന. നടുവേദനയ്ക്ക് കാരണമായ ത്രിദോഷങ്ങളിലൊന്നായ വാദം അസ്ഥിയെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാദത്തിൻ്റെ പ്രധാന സ്ഥാനങ്ങളിലൊന്ന് നട്ടലിൻ്റെ കീഴ്ഭാഗമായ കടി പ്രദേശമാണ്. രണ്ട് വിപരീത സ്വഭാവമുള്ള ധർമ്മങ്ങൾ ഒരേ സമയം നിർവഹിക്കുക വഴി നട്ടെല്ല് വളരെയധികം രോഗാതുരതയ്ക്ക് സാധ്യത കൂടിയ അവയവമാണ്. അതുപോലെ തന്നെ മനുഷ്യനെ നിവർന്നു നിൽക്കാനുള്ള ശേഷിക്ക് നിദാനമായിട്ടുള്ളത് പൂർണ്ണമായും നട്ടെല്ലിൻ്റെ ബലം തന്നെയാണ്. നട്ടെല്ലിൽ 33ഓളം കശേരുക്കളും അതിനോട് അനുബന്ധമായി കശേരുക്കൾക്കിടയിലുള്ള ഡിസ്ക് എന്ന ഇലാസ്റ്റിക സ്വഭാവമുള്ള ഒരു ഡിസ്കും അടങ്ങിയിട്ടുള്ള ഒരു ശൃംഖലയാണ് നട്ടെല്ല്. ഈ നട്ടെല്ലിൽ ഈ കശേരുക്കളെ നിരവധി പേശികളെ കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന സുഷുമ്ന നാഡി നട്ടെല്ലിനകത്തുകൂടിയാണ് കടന്നു പോകുന്നത്. നട്ടെല്ലിലെ പേശികൾക്കുണ്ടാകുന്ന ക്ഷതം, അതുപോലെ തന്നെ മുറിവ്, സ്പ്രെയിൻ അഥവാ ഉളുക്ക്, നീർവീഴ്ച തുടങ്ങിയവയും നട്ടെല്ലിലെ ഡിസ്കിനുണ്ടാവുന്ന സ്ഥാനഭ്രംശം, കശേരുക്കൾ പുറകോട്ട് നീങ്ങി നിൽക്കുന്ന അവസ്ഥ, കശേരുക്കളുടെ പുറകുവശത്തുള്ള സ്പൈൻ നേരാവണ്ണം കൂടിച്ചേരാതിരിക്കുന്ന അവസ്ഥ, അസ്ഥികൾക്കും സന്ധികൾക്കും കാലക്രമത്തിൽ സംഭവിക്കുന്ന ക്ഷയം, നട്ടെല്ലിനെ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ്, നട്ടെല്ലിൽ എല്ലിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ് ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്, സന്ധിവാദം, അതുപോലെ തന്നെ നട്ടെല്ലിനോട് അനുബന്ധമായിരിക്കുന്ന മറ്റ് അവയവങ്ങളായ വൃക്ക, കരൾ, അതുപോലെ ആമാശയം, പിത്താശയം, ആഗ്നേയഗ്രന്ഥി തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന ശോഫം, നീർവീഴ്ച, അർശസ് തുടങ്ങിയവയും, നാഡീതളർച്ച, രക്തക്കുറവ്, ഉറക്കക്കുറവ്, മാനസിക സംഘർഷം തുടങ്ങിയവയുമാണ് സാധാരണയായി നടുവേദനയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാന ഇനങ്ങൾ. നട്ടെല്ലിന് ആയാസമുണ്ടാവുന്ന തരത്തിൽ ഇരുന്നോ നിന്നോ അധികനേരം ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ, അമിതഭാരം ചുമക്കുകയോ പൊക്കുകയോ ചെയ്യുന്ന ആളുകൾ, അതുപോലെ അധികം കായിക അധ്വാനം ചെയ്യുന്നവർ, ഇരുചക്രവാഹനങ്ങളിലും മറ്റും ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ആളുകൾ, ഇവർക്കും സ്ത്രീകൾക്ക് സാധാരണയായി ആർത്തവം, ഗർഭം, പ്രസവം, ആർത്തവ വിരാമം തുടങ്ങിയ അവസ്ഥകളിലുമാണ് നടുവേദന കൂടുതലായി കണ്ടുവരുന്നത്. അരക്കെട്ടിന് പിടുത്തം വേദന, കുനിയുന്നതിനും നിവർന്നു നിൽക്കുന്നതിനും പ്രയാസം, ഇരിക്കുവാനും നടക്കുവാനും ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ തന്നെ വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദന, പേശികൾക്ക് സങ്കോചം തുടങ്ങിയ ലക്ഷണങ്ങളും, നട്ടെല്ലിൻ്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് ഇവയുമാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇതോടൊപ്പം തന്നെ വിശ്രമിക്കുമ്പോൾ വേദന കുറയുക, കുനിയുക, തുമ്മുക, ചുമക്കുക തുടങ്ങിയ അവസരങ്ങളിൽ അധികമായ വേദന ഉണ്ടാവുക, ഇരു കാലുകൾക്കും ബലക്ഷയം, തരിപ്പ്, വേദന, കടച്ചിൽ ഇവയുണ്ടാവുക. ഇവ ഡിസ്ക് ഹെർണിയേഷൻ്റെ ലക്ഷണങ്ങളാണ്. രോഗനിർണയത്തിനായി രക്തപരിശോധനകൾ, CT സ്കാനിംഗ്, MRI, മൈലോഗ്രാഫി, ഇലക്ട്രോമൈലോഗ്രാഫി, ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്,
തുടങ്ങിയവ അനിവാര്യമായി വന്നേക്കാം. വൈദ്യനിർദ്ദേശ പ്രകാരം രോഗലക്ഷണങ്ങൾക്കും രോഗകാരണങ്ങൾക്കും അനുസരിച്ചുള്ള ചികിത്സയാണ് വേണ്ടത്. രോഗി ആദ്യമേ മലർന്നു കിടന്ന് പരിപൂർണമായി അധിക നേരം വിശ്രമിക്കുകയാണ് വേണ്ടത്. ചില രോഗികളിൽ ഇത് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട അവസ്ഥയും വന്നു ചേരാറുണ്ട്. വാതഹരങ്ങളായ തൈലങ്ങൾ തേച്ച് വിയർപ്പിക്കുക. പിഴിച്ചിൽ, ഇലക്കിഴി, പൊടിക്കിഴി, നാരങ്ങാക്കിഴി, അതുപോലെ പൃഷ്ഠഭാഗത്ത് പിജു, ലേപനം, ഉപനാഹം, പൃഷ്ഠവസ്തി തുടങ്ങിയ ചികിത്സകളും പഞ്ചകർമ്മങ്ങളായ മാത്രാവസ്തി, കഷായവസ്തി, അതുപോലെ തന്നെ വിരേചനം തുടങ്ങിയ ചികിത്സകളുമാണ് സാധാരണ ചെയ്യേണ്ടത്. അഭ്യംഗം ചെയ്യുന്നതിനായി, മേൽ തേച്ച് കുളിക്കുന്നതിനായി സാധാരണയായി ദാനന്തരം തൈലം, മഹാമാഷ തൈലം, കർപ്പൂര തൈലം, മുറിവെണ്ണ, വലിയ ചിഞ്ചാതി, വലിയ സഹചരാതി തൈലം തുടങ്ങിയ തൈലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നാഡിക്ക് അധികമായ സമ്മർദ്ദം ഉള്ള അവസ്ഥകളിലാണെങ്കിൽ രോഗിയെ കട്ടിലിൽ കിടത്തി കാലിൽ മണൽക്കിഴി കൊണ്ട് ഭാരം തൂക്കിയിടുക, ട്രാക്ഷൻ മാസേജ് ചെയ്യുക തുടങ്ങിയതും വളരെയധികം ഗുണം കണ്ടുവരുന്ന ചികിത്സകളാണ്. വലിയ മർമ്മ ഗുളിക, അതുപോലെ നാഗരാതി, ജഡാമയാതി, ഗൃഹധൂമാതി തുടങ്ങിയ ചൂർണങ്ങൾ, അതോടൊപ്പം ശതകുപ്പ, വയമ്പ് ഇവ പൊടിച്ചത് ഇവ ചേർത്ത് അമ്ലദ്രവ്യങ്ങളിൽ ചേർത്ത് ഉപനാഹം ചെയ്യുക. വാതഹരമായ ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അവഗാഹസേദം ചെയ്യുക. അതോടൊപ്പം തന്നെ മരുന്നുകൾ അരച്ച് പുരട്ടി വേദനയുള്ള ഭാഗത്ത് തുണി കൊണ്ട് ബന്ധനം ചെയ്യുക അഥവാ ബാൻഡേജ് ചെയ്യുക തുടങ്ങിയ ചികിത്സകളും വേദനയും ശോഫവും ശമിക്കുന്നതിന് വളരെയധികം ഗുണകരമാണ്. അകത്തേക്ക് സേവിക്കുന്നതിന് ഗുൽഗുലുദിത്തം കഷായം, വലിയ രാഷ്നാദി കഷായം, നിംബാമൃതാദി പഞ്ചയുക്തം കഷായം, ദശമൂലകടത്രയാദി കഷായം, ഗന്ധർവസ്ഥാദി കഷായം, സഹചരാദി കഷായം, അതുപോലെ തന്നെ രാസ്ന സപ്തകം, സപ്തസാരം തുടങ്ങിയ കഷായങ്ങളും ക്ഷീരബല, ദാനന്തരം എന്നിവ ആവർത്തിച്ചത്, യോഗരാജ ഗുൽഗുലു, കൈശോര ഗുൽഗുലു, ചന്ദ്രപ്രഭാവടിക തുടങ്ങിയ ഗുളികകൾ, ഗുൽഗുലു പഞ്ചബല ചൂർണം, അവിഭത്തി ചൂർണം, ഹിംഗുവജാതി ചൂർണം തുടങ്ങിയവ. അകത്തേക്ക് സേവിക്കുന്നതിന് ഘൃതങ്ങളായ സുകുമാരഘൃതം, ഗുൽഗുലുതിക്തഘൃതം, രാഷ്നാദിഘൃതം, വസ്ത്യാമയന്തഘൃതം തുടങ്ങിയവയും അതോടൊപ്പം സുകുമാരലേഹ്യം, ദശമൂല ഹരിതകി ലേഹ്യം എന്നിവ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം നൽകുന്നത് വളരെ ഗുണകരമാണ്. അധികം വേദനയുള്ള രോഗികളിൽ ആണെങ്കിൽ കരിനച്ചിയിലാസ്വരസം ശുദ്ധി ചെയ്ത ആവണക്കെണ്ണയിൽ ചേർത്ത് ദിവസവും കാലത്ത് ഓരോ ടീസ്പൂൺ വീതം കഴിക്കുന്നത് വളരെയധികം ഗുണം കാണാറുണ്ട്. അമിതഭാരം ചുമക്കാതിരിക്കുക. ഇനി അഥവാ ഭാരം ചുമക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ കാൽമുട്ടുകൾ മടക്കി കുനിഞ്ഞ് ഭാരം ശരീരത്തോട് ചേർത്ത് പിടിച്ച് പൊക്കുകയാണ് വേണ്ടത്. ശരീരഭാരം ഉയരത്തിന് ആനുപാതികമായി നിലനിർത്തുക. ശരീരപ്രകൃതിക്കും അതുപോലെ തന്നെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള യോഗാസന മുറകൾ, വ്യായാമങ്ങൾ ഇവ അവസരോചിതമായി വിദഗ്ധ ഉപദേശപ്രകാരം ചെയ്യുക. മലമൂത്ര വിസർജനങ്ങൾ യഥാസമയം നിർവഹിക്കുക. തൈര്, പാല്, വെണ്ണ, ഇലക്കറികൾ തുടങ്ങി കാൽസ്യം അധികമുള്ള ആഹാര സാധനങ്ങൾ സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്തുക. കൂടുതൽ സമയം ഇരുന്നോ നിന്നോ ജോലി ചെയ്യുന്ന ആളുകൾ പൊസിഷൻ ഇടയ്ക്ക് മാറ്റുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും യഥാർത്ഥ പോസ്ചർ കാത്തു സൂക്ഷിക്കുക. മാത്രമല്ല ഇരിക്കുന്നതിന് ബാക്ക് സപ്പോർട്ടും ബാക്ക് റെസ്റ്റും ഉള്ള ഇരിപ്പിടങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തുക. പകലുറക്കം, രാത്രി ഉറക്കമുഴക്കൽ ഇവ ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് പൊക്കമുള്ള തലയണ ഉപയോഗിക്കാതിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് നീണ്ടു നിവർന്ന് മലർന്ന് കിടന്നുറങ്ങുകയാണ് നല്ലത്. അതുപോലെ ചുരുണ്ടു മടങ്ങി കിടന്നുറങ്ങുന്ന ശീലങ്ങൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. മുലയൂട്ടുന്ന അമ്മമാർ നടു നിവർത്തി ഇരുന്ന് നേരാവണ്ണം മുലയൂട്ടുക. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കുക.
മാത്രമല്ല ഏതെങ്കിലും അവസരത്തിൽ നടുവേദന അനുഭവപ്പെട്ടാൽ അല്പസമയം ഇരുന്ന് വിശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. നടുവേദന ഒരു നിസ്സാര രോഗമായി കാണാതെ വിദഗ്ധോപദേശം തുടക്കത്തിൽ തന്നെ നേടി ആവശ്യമായ ചികിത്സകൾ ചെയ്താൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. മാത്രമല്ല രോഗകാരണങ്ങൾ ഒഴിവാക്കുകയും ജീവിതചര്യയിൽ ആവശ്യമായ വ്യത്യാസങ്ങൾ വരുത്തുകയുമാണ് വേണ്ടത്. ദശപുഷ്പം ചൂടുന്നത് കേരളീയ ദിനചര്യയുടെ ഒരു ഭാഗമാണ്. പലയിടത്തും ഇതിനെ കറുകമാല ചൂടുക എന്നും പറയാറുണ്ട്. രാവിലെ കുളിയും തേവാരവും കഴിഞ്ഞ് ഒരു ആവണപ്പലകയുടെ മുകളിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് മുടിയിൽ ചൂടുക എന്നതാണ് ഇതിൻ്റെ ഒരു ശൈലി. കറുകമാല ഉണ്ടാക്കുന്നതിന് ആദ്യം ഒരു വാട്ടിയ വാഴയില നാരെടുത്ത് പിരിച്ച് അതിൽ 3 ഇഴ കറുകപ്പുൽ നാമ്പ് വെച്ച് പിരിക്കണം. അടുത്ത പിരിയിൽ 3 ഇഴ കറുകയും ചെറുവളയും വെച്ച് പിരിക്കണം. പിന്നെ കൃഷ്ണക്രാന്തിയും പൂവാങ്കുറുന്നിലയും, അതിനുശേഷം മുക്കുറ്റിയും മോച്ചമിയും, നിലപ്പനയും കഞ്ഞുണിയും പിന്നെ വരുന്നു. ഏറ്റവും ഒടുവിൽ ഉഴിഞ്ഞിയും തിരുതാളിയും വയ്ക്കണം. ഏറ്റവും അവസാനം വീണ്ടും 3 ഇഴ കറുക വെച്ച് പിരിച്ച് ഒന്നിച്ച് കെട്ടിയതാണ് കറുകമാല. ദശപുഷ്പം ചൂടുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ദശപുഷ്പത്തിലെ ഓരോന്നും ഓരോ ദേവതകളുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ ഓരോ ചെടിയും കേരളീയ വിശ്വാസവുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പൂവാങ്കുറുന്നില ചൂടിയാൽ പടിപ്പുര മാളിക പൊന്നാവുമെന്ന വിശ്വാസം, നിലപ്പന നെടുമംഗല്യം അരുളുമെന്നുള്ള വിശ്വാസം. ഇങ്ങനെ ഓരോ ചെടിക്കും ഓരോ ധർമ്മമുണ്ട്. ദശപുഷ്പത്തിലെ ചെടികളെല്ലാം തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഔഷധങ്ങളാണ്. കറുക ത്വക്ക് രോഗങ്ങൾ മാറ്റുന്നു, ക്ഷീണമകറ്റുന്നു. ചെറുവിള മൂത്രതടസ്സം ഇല്ലാതാക്കുന്നു. കൃഷ്ണക്രാന്തി ശ്വാസതടസ്സം നീക്കുന്നു, പനി മാറ്റുന്നു. പൂവാങ്കുറുന്നില കൊണ്ട് നേത്രരോഗങ്ങൾ മാറ്റുന്ന കൺമഷി ഉണ്ടാക്കുന്നു. മുക്കുറ്റി മുറിവുണക്കുന്നു. മോച്ചമി അഥവാ മുയൽച്ചെവി തൊണ്ടവീക്കത്തിന് അരച്ചിടുന്നു. നിലപ്പന ദേഹപുഷ്ടി തരുന്നു. കഞ്ഞുണ്ണി കരൾ സംരക്ഷകമായും ഉഴിഞ്ഞിയും തിരുതാളിയും ഗർഭസംരക്ഷകമായും പ്രവർത്തിക്കുന്നു. ദശപുഷ്പം ഒന്നിച്ചുപയോഗിക്കുമ്പോൾ അത് വിഷഹരമായും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഉപകരിക്കുന്നു. എണ്ണ കാച്ചി തേക്കുമ്പോൾ ത്വക്ക് സംരക്ഷകമായും പ്രവർത്തിക്കുന്നു. രുദ്രാക്ഷം, പുത്തിലങ്ങി, ചന്ദനം, തുളസി പോലുള്ള പല ഔഷധങ്ങൾക്കും കേവല സ്പർശം കൊണ്ട് തന്നെ അനുകൂല ഫലം ഉളവായി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദശപുഷ്പവും. ദശപുഷ്പധാരണം വഴി നല്ല ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ളൊരു അവസരമൊരുക്കുന്നു. മംഗളകരമായ ഒരു ദിനത്തിൻ്റെ വരവേൽപ്പ് കൂടിയാവുന്നു ഈ ചടങ്ങ്.